ഇന്ന് ഈ വീഡിയോയിൽ LDR സെൻസർ പിന്നെ ESP8266 വെച്ച് ഞാനൊരു ബ്രൈറ്റ്നസ് മീറ്റർ ഉണ്ടാക്കാൻ പോകണാണ്. ഇത് ESP ഹോമിലേക്ക് റൺ ചെയ്യാണ്. അപ്പോൾ ഇത് ഹോം അസിസ്റ്റന്റിലേക്ക് ഈ ഡാറ്റ ഫീഡ് ചെയ്യുമല്ല. അപ്പോൾ അത് തന്നെ ഞാൻ ESP82ൽ ESP ഹോം ഫ്ലാഷ് ചെയ്യണതാണ്. ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇനി ഒരാവശ്യമില്ലാതെ നമുക്ക് ജമ്പർ കേബിൾ കട്ട് ചെയ്തിട്ട് പണി തുടങ്ങാം. സർക്യൂട്ട് ഇപ്പോൾ സെറ്റാക്കി കണ്ടത് ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പോൾ ഇതിനകത്ത് വോൾട്ടേജ് കുറവ് കിട്ടണമെങ്കിൽ അതിൻ്റെ അർത്ഥം വെളിച്ചം കൂടുതലാണ്. എന്താ അതിൻ്റെ ഓപ്പോസിറ്റാണ്. വെളിച്ചം കുറവാണെങ്കിൽ വോൾട്ടേജ് കൂടും. ഇതിപ്പോൾ വർക്ക് ചെയ്യണ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇപ്പോൾ മോണിറ്റർ കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ മോണിറ്ററിൻ്റെ ബ്രൈറ്റ്നസ് ആണ് കൺട്രോൾ ചെയ്യണം. അപ്പോഴാണ് എനിക്ക് വേറെ ഐഡിയ കിട്ടിയത്. ഞാനിപ്പോൾ ESP82 ഉപയോഗിക്കണതെന്ന് വെറുതെ ഈ പോയിന്റ്ലെസ് ആണ്. കാരണം എൻ്റെ അടുത്ത് ഓൾറെഡി റൂം കൺട്രോളിങ് യൂണിറ്റ് ഉണ്ട് ഇതിനകത്ത്, എൻ്റെ മുറി തന്നെ. അപ്പോൾ ഇതിനകത്ത് മേളിൽ ഇപ്പോൾ ഓൾറെഡി IR ബ്ലാസ്റ്ററൊക്കെ പുറത്ത് ചാടിയിരിക്കണാണ്. അപ്പോൾ ഈ LDR സെൻസർ വെറുതെ മേളിൽ വെച്ചാലും മതി എൻ്റെ കൂട്ടത്തിൽ. പിന്നെ പ്രോഗ്രാമിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അത് സംഭവം ഇപ്പോൾ ഫിറ്റ് ചെയ്ത് ഇനി ഫൈനലായിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ മോണിറ്ററിൽ 2 മോണിറ്ററില്ലേ, പഴയ മോണിറ്ററാണ്. അതുകൊണ്ട് ഞാൻ +40 കൊടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ പുതിയ മോണിറ്റർ ബ്രൈറ്റ്നസ് ഭയങ്കര കൂടുതലാണ്. എന്നിട്ട് ഈ 2 മോണിറ്റർ ബ്രൈറ്റ്നസ് കുറവാണ് പൊതുവേ. അപ്പോൾ +40 കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ മോണിറ്റർ, ഇതാണ് മെയിൻ മോണിറ്റർ. ഇതിപ്പോൾ ഇവിടെ തന്നെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ കുറക്കാനും പറ്റും. മൊബൈലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ടോർച്ച് അടിക്കാൻ പോകട്ടെ. നമ്മുടെ LDR സെൻസറിലോട്ട് ടോർച്ച് അടിക്കാൻ പോണേ. അടിച്ച് ഇതിപ്പോൾ കൊണ്ടോ. ഇനി ഞാൻ ടോർച്ച് ഓഫ് ആക്കാൻ പോണേ കേട്ടോ. ബ്രൈറ്റ്നസ് കുറഞ്ഞ് ഇത് ബ്രൈറ്റ്നസ് നന്നായിട്ട് കുറയും കേട്ടോ. ഇപ്പം മുറി ഏകദേശം വെളിച്ചമുണ്ട്. എനിക്ക് മേളിൽ ജനലുണ്ട്, അത് അടക്കാൻ പറ്റൂല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ശരി എന്നാൽ.